കാസർഗോഡ് നഗരത്തിൽ പട്ടാപ്പകൽ നടന്ന തട്ടിക്കൊണ്ടുപോകൽ സംഭവത്തിൽ വഴിത്തിരിവ്. നിരോധിത നോട്ട് മാറ്റി നൽകുന്ന സംഘത്തെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്തതാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ കാരണം. ആന്ധ്ര സ്വദേശികളും മലയാളികളും ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസ്. കാസർഗോഡ് കറന്തക്കാട് ചൊവ്വാഴ്ച നാടകീയമായി നടന്ന തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ രഹസ്യങ്ങളാണ് പോലീസ് അന്വേഷണത്തിൽ ചുരുളഴിഞ്ഞത്. തട്ടിക്കൊണ്ടുപോയ ആന്ധ്രാ സംഘവും യുവാവുമടക്കം 8 പേർ കേസിൽ പ്രതികളായി. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സിദ്ധാന ഓംകാർ, മാരുതി പ്രസാദ് റെഡ്ഡി, ശ്രീനാഥ്, പൃഥ്വിരാജ് റെഡ്ഡി എന്നിവരും കാസർഗോഡ് മേൽപ്പറമ്പ സ്വദേശി മുഹമ്മദ് ഹനീഫ, പാലക്കുന്ന് സ്വദേശി ഷെരീഫ്, ബേവിഞ്ച സ്വദേശി നൂറുദ്ദീൻ, ബണ്ടിച്ചാൽ സ്വദേശി വിജയൻ എന്നിവരുമാണ് അറസ്റ്റിലായത്. നിരോധിച്ച 2000 രൂപയുടെ നോട്ട് കൈമാറി പണം നൽകുന്ന ഇടപാടുകളാണ് സംഭവത്തിലേക്ക് നയിച്ചത്. 2000-ന്റെ നോട്ടുകൾ കൈമാറ്റം ചെയ്ത് പണം നൽകുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സംഘത്തെ ഷെരീഫിന്റെ നേതൃത്വത്തിൽ കാസർഗോട്ടേക്ക് വിളിച്ചു വരുത്തി. 2000 രൂപയുടെ നോട്ടുകൾ കൈമാറി. നോട്ടുകൾ വ്യാജമാണെന്ന സംശയം തോന്നി പരിശോധിക്കുന്നതിനിടെ ഓംകാറിനെ ഷെരീഫും സംഘവും തടഞ്ഞുവെച്ചു. 7.5 ലക്ഷം രൂപ മോചനദ്രവ്യം വാങ്ങിച്ച ശേഷമാണ് ഓംകാറിനെ വിട്ടയച്ചത്. ഇതിന്റെ വൈരാഗ്യത്തിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കുന്നതിനാണ് സംഘത്തിൽ ഉൾപ്പെട്ട ഹനീഫയെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സംഘം തട്ടിക്കൊണ്ടുപോയത്. കറന്തക്കാട്ടെ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനും നാട്ടുകാരും കാറിന്റെ ഫോട്ടോ സഹിതം നൽകിയ വിവരങ്ങളാണ് പ്രതികളെ വേഗത്തിൽ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സകലേഷ്പുരയിൽ നിന്നാണ് വാഹനം സഹിതം കർണാടക പോലീസ് പ്രതികളെ പിടികൂടിയത്. കേരളത്തിലെത്തിച്ച് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സംഘത്തെ ഹനീഫ ഉൾപ്പെട്ട സംഘം പറ്റിച്ചതായി വ്യക്തമായത്. തുടർന്ന് ഹനീഫയുടെ കൂട്ടാളികളായ മറ്റ് 3 പേരെ കൂടി പോലീസ് പിടികൂടുകയായിരുന്നു. ഷെരീഫും നൂറുദ്ദീനും നേരത്തെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.